24x7 ന്യൂസിലേക്ക് സ്വാഗതം. അറബിക്കടലിൽ നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിന് നേരെ വന്ന ഇറാനിയൻ ഡ്രോണിനെ US സൈന്യം വെടിവെച്ചിട്ടു. കപ്പലിനും ജീവനക്കാർക്കും വലിയ ഭീഷണിയായതിനെ തുടർന്ന് അത്യാധുനിക യുദ്ധവിമാനം ഉപയോഗിച്ചിട്ടാണ് ഡ്രോൺ തകർത്തെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. പ്രതിരോധ മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങി അദാനി ഗ്രൂപ്പ്. ഇറ്റാലിയൻ പ്രതിരോധ ഭീമനായ ലിയോനാർഡോയുമായി ചേർന്ന് ഇന്ത്യൻ ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാനുള്ള ചരിത്രപ്രധാനമായ കരാറിൽ അദാനി ഗ്രൂപ്പ് ഒപ്പുവെച്ചു. ഇന്ത്യൻ യൂറോപ്യൻ യൂണിയൻ പ്രതിരോധ കരാറിന് പിന്നാലെയാണ് ഈ നിർണായക നീക്കം. ഇന്ത്യൻ കര നാവിക വ്യോമസേനകൾക്കായി വരും വർഷങ്ങളിൽ 1000-ലധികം ഹെലികോപ്റ്ററുകൾ ആവശ്യമായി വരുമെന്ന് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വൻ നിക്ഷേപം. ഇതോടെ ഇന്ത്യയെ ഒരു ആഗോള ഹെലികോപ്റ്റർ ഹബ്ബായി മാറ്റാനാണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. ലിയോനാർഡോയുമായുള്ള സഹകരണം ഇന്ത്യയുടെ വ്യോമസേന പ്രതിരോധ മേഖലയ്ക്ക് വലിയ കരുത്താകും. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ വാദിക്കാൻ മമതാ ബാനർജി ഇന്ന് സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരാകും. 2025 വോട്ടർ പട്ടിക നിലനിർത്തണമെന്നും പുതിയ പരിഷ്കരണങ്ങൾ റദ്ദാക്കണമെന്നുമാണ് മമതയുടെ ആവശ്യം. കോടതി അനുമതി നൽകിയാൽ സ്വന്തം കേസ് വാദിക്കുന്ന രാജ്യത്തെ ആദ്യ സിറ്റിംഗ് മുഖ്യമന്ത്രിയാകും മമത.